വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഒരുപാട് കാലമായുള്ള ഒരു സ്വപ്നം, കുറേ നാളായി ഇതിന് പുറകിലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ആദ്യം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു ഫാമിലിയോട് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം അതിപ്പോൾ സത്യമായിരിക്കുകയാണ്. അതാണ് ഹൗസ് ഓഫ് സ്ട്രുങ്ക്ലിൻ. ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ്. ഫാഷൻ, ആക്സസറീസ്, ഹോം ഗാഡ്ജറ്റ്, ലൈഫ് സ്റ്റൈൽ, മസ്റ്റ് ഹാവ് പ്രോഡക്ട്സ്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, വളരെ യൂസ്ഫുള്ളായ കുറേയേറെ പ്രോഡക്ട്സ്, അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റുന്ന അത്യാവശ്യം വേണ്ട എല്ലാ ട്രെൻഡിങ്, യൂണീക്ക്, എല്ലാം സൂപ്പർ അഫോർഡബിളായി കിട്ടും. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി പ്രോഡക്ട്സ് അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ ഫാമിലിക്ക് നൽകുക, അതാണ് ലക്ഷ്യം. ഓരോ പ്രോഡക്റ്റും തിരഞ്ഞെടുക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്ട്സിനൊക്കെ ഞാൻ തന്നെയായിരിക്കും ഗ്യാരണ്ടി. ഇതുവരെയും ഈ ചാനലിന് നിങ്ങൾ നൽകിയ സപ്പോർട്ട് എൻ്റെ ഈ ഒരു ചെറിയ തുടക്കത്തിലും നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ലിങ്കും വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. തീർച്ചയായും ഇതിലിനി വരുന്ന എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. മറക്കാതെ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഈ വരുന്ന പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഷോപ്പ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോയ്ക്ക് അവസാനം തീർച്ചയായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ. കേരളം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന സ്ഥലം. ഇവിടെയാണ് രഘു എന്നയാൾ താമസിക്കുന്നത്. 2015 ഓഗസ്റ്റ് മാസം 13-ാം തീയതി രാത്രി ഏകദേശം 11 മണിയോടെ രഘു ഉറങ്ങാനായി കിടക്കയിലേക്ക് പോകുന്നു. അപ്പോഴാണ് അവനൊരു കോൾ വരുന്നത്. കോൾ എടുത്തപ്പോൾ അത് ഗൾഫ് രാജ്യത്ത് നിന്നുള്ളൊരു കോളായിരുന്നു. സുരൻ എന്നയാൾ അവൻ്റെ അടുത്ത സുഹൃത്താണ്. അവന് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അയാളാണിപ്പോൾ വിളിച്ചത്. രഘുവിനിപ്പോൾ ഒരല്പം സംശയം തോന്നി. ഈ രാത്രി എന്തിനാണ് ഇവനിപ്പോൾ വിളിച്ചത്? വല്ലാത്ത സംശയത്തോടു കൂടി തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. എന്ത് പറ്റി സുരൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോഴെന്താ ഈ കോൾ എന്ന് ചോദിച്ചു. മറുവശത്ത് സുരൻ്റെ ശബ്ദത്തിൽ ഒരു വിഷമമുണ്ടായിരുന്നു, എന്തോ ഒരു ആശയക്കുഴപ്പം. അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യ ജലജ, അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് തവണ വിളിച്ചു. ഇത് കേട്ട രഘു പറഞ്ഞത്, ഇല്ലല്ലോ, ഞാൻ ഇന്നലെ വൈകുന്നേരം വരെയും അവളെ കണ്ടതാണല്ലോ, എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്? ഒരു കാര്യം ചെയ്യാം, നീ എന്തായാലും ഭയപ്പെടണ്ട, ഞാൻ ഇപ്പം തന്നെ അവളുടെ വീട്ടിലേക്ക് പോയി നോക്കാം. അവൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം. ഇങ്ങനെ പറഞ്ഞ് രഘു ഉടൻ തന്നെ ജലജയുടെ വീട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ വീടിന് എതിർവശത്താണ് ജലജയുടെ വീടുള്ളത്. വീടെത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് പുറത്തെ കോമ്പൗണ്ട് ഗേറ്റ് തുറന്നിരിക്കുകയാണ്. സാധാരണ അങ്ങനെയൊന്നും ചെയ്യാറേയില്ല. അങ്ങനെ രഘു അകത്തേക്ക് കയറി നോക്കി. വീട്ടിൽ ഒരു ലൈറ്റും ഇട്ടിട്ടില്ല. ബെല്ലടിച്ചു നോക്കി, യാതൊരു പ്രതികരണവുമില്ല. കതകം തട്ടി നോക്കി. പിന്നീട് കതക് അല്പം തള്ളി നോക്കിയപ്പോൾ കതക് തുറന്നിരിക്കുകയാണ്. ഇത് രഘുവിനെ കൂടുതൽ ആശങ്കയിലാക്കി. വീട് മുഴുവനും ഇരുട്ടാണ്. ലൈറ്റ് ഓൺ ചെയ്ത് നോക്കി. ജലജ ജലജ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി നോക്കി. ഒരു ഉത്തരവുമില്ല. നേരെ ബെഡ്റൂമിലേക്ക് പോയി. ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ കിടക്കയിൽ ജലജയുടെ മൃതദേഹം കിടക്കുന്നതായിരുന്നു കണ്ടത്. ചുറ്റും എല്ലായിടത്തും രക്തം. അയാൾ പേടിച്ച് പുറത്തേക്ക് ഓടി അലറി നിലവിളിച്ചു. അടുത്തുള്ള അയൽവാസികളെല്ലാം ഓടിയെത്തി. രഘു താൻ കണ്ട കാര്യങ്ങൾ അയൽവാസികളെ അറിയിച്ചു. ഈ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന അയൽവാസികൾ, അങ്ങനെയാണോ, ഞങ്ങളും നോക്കട്ടെ എന്ന് ആ വീടിനുള്ളിലേക്ക് കയറാനായി ശ്രമിച്ചു. പക്ഷെ കയറാൻ ശ്രമിച്ച എല്ലാവരെയും അവൻ തടഞ്ഞു. ദയവ് ചെയ്ത് ആരും അകത്തേക്ക് കയറരുത്, ഇതൊരു ക്രൈം സീനാണ്, തെളിവുകൾ ഒരു പക്ഷെ നശിച്ചേക്കാം, ഞാൻ പോലീസിനെ വിളിക്കാം. അങ്ങനെ അവൻ ആ വീടിന്റെ വാതിൽ പുറത്തുനിന്നും പൂട്ടി പോലീസിനെ വിവരം അറിയിച്ചു. അല്പസമയത്തിനുള്ളിൽ പോലീസ് എത്തി. കണ്ട പോലീസിന് അപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു കൊലപാതകമാണ്. പക്ഷെ ആ വീട്ടിലെവിടെയും ബലം പ്രയോഗിച്ച് പ്രവേശിച്ചതിന്റെ അടയാളം ഒന്നും ഇല്ല. ഇതിലൂടെ അർത്ഥമാക്കുന്നത് കൊലപാതകം നടത്തിയ ആൾ ജലജയ്ക്ക് പരിചിതനായ ഒരാൾ തന്നെയാണ്. ഇപ്പൊ സമയം രാത്രി ഏകദേശം 12 മണിയായി. ഫോറൻസിക് ടീമൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ രാവിലെയാകും. അതുവരെയും വീടിനെ പൂർണ്ണമായും സീൽ ചെയ്ത് വെച്ചു. 2 പോലീസുകാരെ അവിടെ കാവൽ നിർത്തി. പുറത്തുള്ള അയൽവാസികൾ പറഞ്ഞത്, സർ, ജലജ വളരെ ശ്രദ്ധയുള്ള സ്ത്രീയാണ്. അന്യരെ അങ്ങനെ അവൾ ഒരിക്കലും വീട്ടിൽ കയറാൻ അനുവദിക്കാറേയില്ല. കതക് തട്ടിയാലും അവൾ ആദ്യം ജനൽ വഴി നോക്കും. പരിചയമുള്ളവരാണെങ്കിൽ മാത്രമേ അവൾ കതകും തുറക്കാറുള്ളൂ. ഇത് കേട്ടപ്പോൾ പോലീസ് കൂടുതൽ ഉറപ്പിച്ചു, കൊലപാതകം തന്നെയാണ്, പക്ഷെ ചെയ്തത് പരിചയമുള്ള ഒരാൾ തന്നെയാണ്. ഈ ജലജയുടെ ഭർത്താവ് ഗൾഫിലാണ്, മകൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ്. ഈ ജലജയും ഭർത്താവിനോടൊപ്പം ഗൾഫിലായിരുന്നു.
3 ദിവസത്തിന് മുൻപാണ് ബാംഗ്ലൂരിലേക്ക് പോയി തൻ്റെ മകളെയും കണ്ട് ഓഗസ്റ്റ് മാസം 10-ാം തീയതി സ്വന്തം നാടായ ഹരിപ്പാടിലേക്ക് എത്തി. അങ്ങനെ കേരളത്തിലേക്ക് വന്ന അടുത്ത 3 ദിവസത്തിനുള്ളിൽ തന്നെ ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടു. പോലീസ് ഇക്കാര്യം ഉടനെ ഭർത്താവിനെയും അറിയിച്ചു, മകളെയും അറിയിച്ചു. അവർക്കത് വിശ്വസിക്കാനേ സാധിച്ചില്ല. എല്ലാവരും ഭയന്ന് വിറച്ചോടി വരികയാണ്. രാവിലെ ഫോറൻസിക് സംഘം എത്തി, വീട് പരിശോധന നടത്തി. ജലജയുടെ തലയിലുണ്ടായിരുന്ന പരിക്ക് ബ്ലഡ് ഫോഴ്സ് ട്രോമ, അതായത് ഒരു കഠിനമായ വസ്തു കൊണ്ടുള്ള അടിയേറ്റ്, അതായത് ഒരു കഠിനമായ വസ്തു കൊണ്ട് തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. ആ വീട് മുഴുവനും അലങ്കോലമായ അവസ്ഥ. അതായത് ജലജ അവസാന നിമിഷത്തിൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരുപാട് പോരാടിയിട്ടുണ്ട്. പക്ഷേ ജലജയുടെ അവസാന പോരാട്ടത്തിന് ഫലം ലഭിച്ചില്ല. ആ ക്രൂരനായ മനുഷ്യൻ അവളെ കൊന്നുകളഞ്ഞു. അവളെ കൊന്നു കഴിഞ്ഞിട്ട് ആ വീട് മുഴുവനും തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ആ വീടിൻ്റെ കബോർഡ് തുറന്നിരിപ്പുണ്ട്. ബ്യൂറോയിലുണ്ടായിരുന്ന പണം മോഷണം പോയിട്ടുണ്ട്. പിന്നീട് ജലജയുടെ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ, കയ്യിലെ വളകൾ എല്ലാം മോഷണം പോയി. പക്ഷേ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം, കാതിലുണ്ടായിരുന്ന കമ്മൽ അതെടുത്തിട്ടില്ല. ഒരു പക്ഷേ അവൻ അത് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. സാധാരണ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ കാത് വെട്ടിയെടുത്തു കൊണ്ടുപോകുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് പോലീസിന് തോന്നിയത് ഇത് മോഷണ ലക്ഷ്യത്തോടു കൂടി ചെയ്ത കൊലപാതകം തന്നെയാണ്. അതും കൊലപാതകം ചെയ്തത് അവൾക്ക് പരിചയമുള്ള ഒരാൾ തന്നെയാണ്. അതാണ് സാധ്യത. പിന്നീട് വീണ്ടും പോലീസ് ക്രൈം സീൻ ശ്രദ്ധയോടെ പരിശോധിച്ചപ്പോൾ വീണ്ടും വിചിത്രമായ ഒരു കാര്യം കണ്ടു. സാധാരണ കൊലയാളി ഒരു ക്രൈം സീൻ അതുപോലെ ഉപേക്ഷിച്ചിട്ട് പോകും, അല്ലെങ്കിൽ പൂർണ്ണമായും വൃത്തിയാക്കിയിട്ട് പോകും. പക്ഷെ ഈ കൊലയാളി ഇവിടെ ചെയ്തത് ലൈസോൾ ഉപയോഗിച്ച് ആ വീടെല്ലാം വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ രക്തം വളരെ അധികമായതിനാൽ അവനത് പൂർണ്ണമായും വൃത്തിയാക്കാൻ സാധിച്ചില്ല. ഭാഗികമായി മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പോലീസിന് വീണ്ടും സംശയം തോന്നി. എന്തിനാണ് ഇവൻ ക്രൈം സീൻ വൃത്തിയാക്കാൻ ശ്രമിച്ചത്? ഒരു പക്ഷേ കൊലപാതകം ചെയ്യുമ്പോൾ അയാൾക്ക് കാലിലോ കയ്യിലോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാകാം. അപ്പോൾ സ്വന്തം രക്തക്കറ അല്ലെങ്കിൽ വിരലടയാളം അല്ലെങ്കിൽ ഫുട് പ്രിന്റ്സ് ഇതൊക്കെ മായ്ച്ചു കളയാനായിരിക്കാം അവൻ അങ്ങനെ ചെയ്തത്. ഇതിലൂടെ പോലീസിന് മനസ്സിലായി ഈ ക്രൈം സീൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് പോലീസ് ജലജയുടെ മകളെ, ഈ ബാംഗ്ലൂരിൽ നിന്നും വന്ന ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു. നിങ്ങളുടെ അമ്മയുടെ ചെയിൻ, വള എല്ലാം മോഷണം പോയിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേക വസ്തു നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇതിന് മകൾ പറഞ്ഞത്, സർ, അടുത്തിടെയായി എൻ്റെ വിവാഹ ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുകയായിരുന്നു. അതുകൊണ്ട് അമ്മ ബാങ്കിൽ നിന്നും വലിയൊരു തുക എടുത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. ആ പണമാണ് മോഷണം പോയത്. ഇത് കേട്ടപ്പോൾ പോലീസിന് പൂർണ്ണ ഉറപ്പായി. കൊലയാളിക്ക് ജലജയുടെ വീട്ടിലെ അവസ്ഥ, പണം തുടങ്ങിയ വിവരങ്ങൾ മുൻകൂട്ടി അറിയാമായിരുന്നു. പക്ഷേ മറ്റൊരു ആശ്ചര്യം ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ വീടുകളെല്ലാം വളരെ അടുത്തടുത്താണുള്ളത്. അവിടെ ഒരു ചെറിയ ശബ്ദമുണ്ടായാൽ പോലും അയൽ വീട്ടിലുള്ളവർ കേൾക്കും. അപ്പോൾ പിന്നെ ഇവിടെ ഇത്ര ക്രൂരമായൊരു കൊലപാതകം നടന്നു, എന്നിട്ടും ഒരു നിലവിളി പോലും ആരും കേട്ടില്ല. ഇതിനെക്കുറിച്ച് പോലീസ് അയൽക്കാരോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ശബ്ദമോ നിലവിളിയോ എന്തെങ്കിലും കേട്ടോ എന്ന്. പക്ഷെ അവർ പറഞ്ഞത്, ഇല്ല സർ, ഞങ്ങളൊന്നും കേട്ടില്ല, അങ്ങനെ ആരും വന്നതും കണ്ടില്ല എന്ന്. ഇപ്പോൾ പോലീസ് രഘുവിനെ, അതായത് ജലജയുടെ മൃതദേഹം ആദ്യം കണ്ടയാളിനെ ചോദ്യം ചെയ്തു. രഘുവാണ് ഈ ഗൾഫിൽ നിന്ന് സുഹൃത്തായ സുരൻ വിളിച്ചതിന് ശേഷം വീട്ടിൽ വന്നത്. പോലീസ് അവനോട് ചോദിച്ചു, അവസാനമായി ജലജയെ ജീവനോടെ എപ്പോഴാണ് കണ്ടത്? രഘു പറഞ്ഞത്, സർ, ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടെ ഞാൻ അവരുടെ വീടിന് മുന്നിലൂടെ പോയി. ആ സമയത്ത് ജലജ വരാന്തയിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരല്പസമയം സംസാരിച്ചു. പിന്നീട് എനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് കൊലപാതകം നടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് 1:30-നും 3-നും ഇടയ്ക്കാണ് കൊലപാതകം സംഭവിച്ചത്. അപ്പോൾ പിന്നെ രഘുവിൻ്റെ മൊഴിയും ഇവിടെ ശരിയാണ്. പരിശോധനയിൽ കണ്ടെത്തിയത് കൊലയാളി ആദ്യം ഒരു ഭാരമുള്ള വസ്തു ഉപയോഗിച്ച് ജലജയുടെ തലയിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ജലജ ബോധരഹിതയായി. ശേഷം അവളുടെ മുഖത്ത് തലയണ പോലുള്ള വസ്തു ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അവളുടെ മരണകാരണം ശ്വാസതടസ്സം മൂലമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് ഇപ്പോൾ ചിന്തിച്ചത്, എന്തായാലും ഇത് മോഷണ ലക്ഷ്യത്തോടു കൂടി നടത്തിയ കൊലപാതകമാണ്. പക്ഷെ 2 പ്രധാനപ്പെട്ട തെളിവുകൾ അവിടെ കാണുന്നില്ല. ഒന്നാമത്തേത്, ജലജയുടെ മൊബൈൽ ഫോൺ അത് ഓഫാണ്, പക്ഷെ അത് കാണുന്നില്ല. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം അതും ലഭിച്ചിട്ടില്ല. ഈ ഫോറൻസിക് ടീമിൻ്റെ പ്രേത പരിശോധനാ ടീം അയൽവാസികളുടെ മൊഴി എല്ലാം പരിശോധിച്ചു. ഇതിനിടെ സംഭവിച്ചത്, ഈ കേസ് വലിയൊരു രാഷ്ട്രീയ ശ്രദ്ധ നേടി. മീഡിയയിലൊക്കെ വാർത്ത ചോർന്നു.
അതൊരു തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ എതിർകക്ഷികളൊക്കെ പ്രതിഷേധം ആരംഭിച്ചു. അവരെന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നല്ലോ. ഇത്രയും വലിയൊരു ക്രൈം കേരളത്തിൽ നടക്കുന്നു, വീടുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ലേ, ഇങ്ങനെയുള്ള ചോദ്യമായിരുന്നു ഉയർന്നു വന്നത്. ആ സമയത്ത് ഭരണകക്ഷിക്ക് കാര്യങ്ങൾ വളരെ കഠിനമായ അവസ്ഥയിലായിരുന്നു. ഈ കൊലപാതകം അവർക്കൊരു പൊളിറ്റിക്കൽ സെൻസിറ്റീവ് വിഷയമായി തന്നെ മാറി. ഈ ഒരു കേസ് തീർക്കാനായില്ല എങ്കിൽ അവർക്ക് വോട്ടുകൾ നഷ്ടപ്പെടും. ആ ഒരു ഭയം അവർക്ക് വർദ്ധിച്ചു. അതുകൊണ്ട് പോലീസ് വകുപ്പിനും ഈ ഒരു കേസ് വേഗത്തിൽ തീർക്കാനുള്ള സമ്മർദ്ദം ഏറെയായിരുന്നു. പോലീസ് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ ദുർഭാഗ്യവശാൽ ഒരു എവിഡൻസ് പോലും അവർക്ക് ലഭിച്ചില്ല. മുകളിലുണ്ടായിരുന്ന ഓഫീസർമാർ ഇപ്പോൾ ചിന്തിച്ചു, പോലീസിന് ഇതിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് ഏറ്റെടുത്തു. പോലീസിൽ നിന്നുള്ള എല്ലാ രേഖകളും തെളിവുകളും അവർ വാങ്ങി. അങ്ങനെ അന്വേഷണം പുതുതായി തുടങ്ങി. അവർ ആദ്യം ചെയ്തത് കൊലപാതകം 1:30-നും 3-നും ഇടയിൽ നടന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആ 2 മണിക്കൂറിനുള്ളിൽ ആ പ്രദേശത്തെ മൊബൈൽ ടവേഴ്സ്, ആ ലൊക്കേഷനിൽ ആരെല്ലാം മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവായിരുന്നു, ആ ടവർ റേഞ്ചിനുള്ളിൽ ആരെല്ലാം ഉണ്ടായിരുന്നു എന്ന ഡാറ്റ എടുത്തു. അങ്ങനെ മൊത്തം ഒരു 2 കിലോമീറ്റർ പരിധിയിൽ 1,00,000 ഫോൺ കോൾസ് ആയിരുന്നു കണ്ടെത്തിയത്. ഇൻകമിംഗ്, ഔട്ട് ഗോയിങ് എല്ലാം ചേർത്ത് ഏകദേശം 1,00,000 കോളുകൾ. അവയെല്ലാം ഒന്നിനു പുറമെ ഒന്നെന്ന രീതിയിൽ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അതൊരു വലിയ കഠിന പ്രയത്നം തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് മറ്റു മാർഗം ഇല്ല. ആ സമയത്ത് അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇതിലൂടെ അവർക്കൊരു നമ്പർ ലഭിക്കും, അതൊരു പക്ഷേ കൊലയാളിയുടേതായിരിക്കും എന്ന്. പക്ഷെ അത്ഭുതകരമായി ഒന്നും കിട്ടിയില്ല. ഒരു നമ്പരും അവർക്ക് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞില്ല ഇതായിരിക്കും കൊലയാളിയുടേതാണെന്ന്. തുടർന്ന് അവർ ജനങ്ങളുടെ സഹായവും തേടി. പകൽ സമയത്ത് നടന്ന ഈ ഒരു കൊലപാതകം ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകുമെന്നവർ കരുതി. പക്ഷേ ജനങ്ങൾ പോലും നേരിട്ട് പറയാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് പോലീസ് ഒരു രസകരമായ മാർഗം അവിടെ സ്വീകരിച്ചു. പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ പോസ്റ്റ് ഓഫീസ് ബോക്സ് പോലെ ഒരെണ്ണം, ഒരു ചുവന്ന സജഷൻ ബോക്സ് സ്ഥാപിച്ചു. ആർക്കെങ്കിലും ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു കത്തിൽ എഴുതി ബോക്സിലിടാം. ബോക്സ് സ്ഥാപിച്ച അടുത്ത ആഴ്ചകളിൽ വേഗത്തിൽ ആ ബോക്സ് ഇങ്ങനെ നിറഞ്ഞു വന്നു. ഓരോന്നായി പോലീസ് എടുത്ത് വായിച്ചു, പരിശോധിച്ചു. പക്ഷേ അവർക്ക് യൂസ്ഫുള്ളായി ഒന്നും കിട്ടില്ല. ഒരു കത്തിൽ പോലും വ്യക്തമായൊരു ലീഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. കേസ് ഏത് ദിശയിലേക്ക് കൊണ്ടുപോകണമെന്നേ അറിയില്ല. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളാകുന്നു, ആഴ്ചകൾ മാസങ്ങളാകുന്നു, മാസങ്ങൾ വർഷമായി, വർഷം പല വർഷങ്ങളായി. ശരിക്കും ഈ ഒരു സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആരെ കൊണ്ടും കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ഒരു കൊലപാതകത്തിന്റെ കേസ് പൂർണ്ണമായും ഒരു കോൾഡ് കേസായി മാറുന്നു. ഇപ്പോൾ സർക്കാരിനും വലിയൊരു സമ്മർദ്ദമായി മാറി. തുടർന്നവർ CBIയോട് റിക്വസ്റ്റ് ചെയ്തു, ഈ ഒരു കേസ് നിങ്ങളെടുത്ത് അന്വേഷിക്കണമെന്ന്. പക്ഷേ CBIയോട് പറഞ്ഞത്, കേരളത്തിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും ഞങ്ങൾ അന്വേഷിക്കണമെന്നില്ല, നിങ്ങളുടെ സംസ്ഥാന പോലീസിനാണ് ആദ്യം ഉത്തരവാദിത്വം. അങ്ങനെ CBI ഈ ഒരു കേസ് നിരസിച്ചു. അവസാനം സർക്കാർ തന്നെ തീരുമാനിച്ചു, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, SIT ടീം രൂപീകരിക്കാം. പിന്നീട് കേരളത്തിലെ മികച്ച പോലീസ് ഓഫീസേഴ്സിനെ എല്ലാം ചേർത്ത് SIT ടീം രൂപീകരിച്ചു. അവരുടെ ലക്ഷ്യം ജലജ എന്ന സ്ത്രീയെ പകൽ സമയത്ത് വീടിനുള്ളിൽ കൊലപ്പെടുത്തിയ ആ മനുഷ്യൻ ആരാണ്, എങ്ങനെയാണ് അവനെ പിടികൂടാൻ കഴിയുക? ഈ ഒരു SIT ടീമിനെ കൊണ്ട് കൊലയാളിയുടെ അടുത്തേക്ക് അടുക്കാൻ കഴിഞ്ഞോ? പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ കേരളത്തിൽ സംഭവിച്ച വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അങ്ങനെ ജലജയ്ക്ക് എന്ത് സംഭവിച്ചു, ആര് കൊന്നു എന്ന് നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം ഒരല്പം എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടായിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്, നമ്മുടെ ചാനലിനെയും വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും സഹായിക്കുക. അതുകൊണ്ട് ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. സാധാരണ ഒരു പോലീസ് ടീമിന് ഒരു കേസ് സോൾവ് ചെയ്യാൻ കഴിയാത്തൊരു കോൾഡ് കേസായി മാറി. പിന്നീട് അതൊരു SIT ടീം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടീം വന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആ സമയത്ത് പഴയ എവിഡൻസ് എല്ലാം ഗോ ത്രൂ ചെയ്യും. എന്തെങ്കിലും ഒരു എവിഡൻസ് അവഗണിച്ചിട്ടുണ്ടാകാം, പഴയ ടീം ശരിയായി നോക്കിയിട്ടുണ്ടാകില്ല. അങ്ങനെ ഈ SIT ടീം പഴയ എല്ലാ ഫയലുകളും വീണ്ടും തുറന്നു. പഴയ അന്വേഷണത്തിൽ അവഗണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചു. അങ്ങനെ ടീമിൽ ഒരാളിപ്പോൾ പറഞ്ഞത്,
കുറ്റം നടന്ന സ്ഥലം വൃത്തിയാക്കാൻ കൊലയാളി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ലൈസോൾ, ടവൽ, ബക്കറ്റ് എല്ലാം ഉപയോഗിച്ചിരുന്നു. ആ ബക്കറ്റും ടവലും എല്ലാം വീടിൻ്റെ 2ാം നിലയിലെ ബാത്റൂമിലായിരുന്നു വച്ചത്. എന്തുകൊണ്ട് അവൻ മുകളിലത്തെ ബാത്റൂമിൽ വച്ചു? താഴെയും ബാത്റൂം ഉണ്ട്, അവിടെ വയ്ക്കാമല്ലോ, അവിടെയാണല്ലോ അവൻ എളുപ്പം. പിന്നെയും എന്തുകൊണ്ട് അവൻ മുകളിൽ പോയി? ഇങ്ങനെയൊരു സംശയം വന്നു. ഫോറൻസിക് ടീം ഈ ബക്കറ്റ്, ടവൽ എല്ലാം പുതുതായി പരിശോധിച്ചു. പഴയ അന്വേഷണത്തിൽ ആരും അത് ടെസ്റ്റ് ചെയ്തിരുന്നില്ല. ഇത് SIT ടീമിനൊരു പ്രധാനപ്പെട്ട തെളിവായി തോന്നി. തുടർന്ന് അവർ മൊബൈൽ ഡേറ്റ അത് വീണ്ടും വിശകലനം ചെയ്തു. 1:30 മുതൽ ഈ 3-നിടയിലുണ്ടായ 1,00,000 കോളുകൾ അത് പരിശോധിച്ചു. ആ സമയത്ത് അവർ ചിന്തിച്ചത്, ഇത്രയും വർഷമായിട്ടും കൊലയാളി പിടിയിലായിട്ടില്ല. അപ്പോൾ പിന്നെ അവൻ ആ പ്രദേശത്ത് ഇല്ല എന്നാണ് അർത്ഥം. കൊലപാതകം നടന്ന ശേഷം അവൻ ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടാകാം. അതിനാൽ അവർ ആദ്യം പരിശോധിച്ചത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവർ, പിന്നീട് ഇവിടെ നിന്നും പോയവർ അതാരൊക്കെയാണ്. ആ ലിസ്റ്റ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫിൽട്ടർ ചെയ്തപ്പോൾ ഒരു യുണീക്ക് നമ്പർ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് സജിത്ത് എന്ന ഒരാളുടെ ആയിരുന്നു. ഇപ്പോൾ ടീമിന് സജിത്തിൽ ഒരു സംശയം വരാൻ തുടങ്ങി. ആ സംശയത്തിന് കാരണം ഈ ഒരു കേസിൽ നമ്മൾ ആദ്യം പറഞ്ഞ രഘു. ഈ രഘുവാണ് ഡെഡ് ബോഡി ആദ്യമായി കണ്ടത്. അയാളെ പോലീസ് ചോദ്യം ചെയ്തു. അയാളുടെ സെൽഫോൺ ഡാറ്റ റെക്കോർഡ്സ് ഒക്കെ നോക്കി. അങ്ങനെ ആ സമയം നോക്കിയപ്പോൾ ഈ ക്രൈം സംഭവിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് അയാളുടെ സെൽഫോണിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്. ആ കോളിനെ കുറിച്ച് പോലീസ് ആ സമയം കൃത്യമായി ചോദിച്ചൊന്നും ഇല്ല. എന്നാൽ ഇപ്പോൾ രഘു എന്ന വ്യക്തിയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ആ വന്ന നമ്പർ അത് സജിത് ലാൽ എന്ന വ്യക്തി ചെയ്തതാണ്. പക്ഷെ അയാളിപ്പോൾ നാട്ടിലില്ല, ഗൾഫ് കൺട്രിയിൽ പോയി സെറ്റിലായി. പക്ഷേ ഇതിനകം ഈ സജിത്ത് എന്ന വ്യക്തിയെ 2 തവണ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഒരു തവണ പോലീസും ഒരു തവണ ക്രൈം ബ്രാഞ്ചും. പക്ഷെ 2 തവണയും അയാൾ ഗൾഫിൽ ഏത് നമ്പറാണോ യൂസ് ചെയ്തത് അതേ നമ്പർ തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷെ കൊലപാതകം നടന്ന ദിവസം അയാൾ മറ്റൊരു നമ്പറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് പോലീസിനെ അറിയിച്ചിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ രഘുവിന്റെ ഈ കോൺടാക്ട് ഡീറ്റെയിൽസ്, കോൾ ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും രഘുവിന് കോൾ വന്നിരുന്നു. അത് സജിത് ലാലിന്റെ നമ്പറാണ്. അതായത് കൊലപാതകം നടന്ന അന്നത്തെ ദിവസം രഘുവിനൊപ്പം മറ്റൊരു വ്യക്തി സജിത് ലാൽ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞു. അതുകൊണ്ട് പോലീസ് രഘുവിനെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്തു. ഈ നമ്പർ ആരുടേതാണ്? രഘു പറഞ്ഞത്, സാർ അതെൻ്റെ ഒരു ഫ്രണ്ട് സജിത്തിൻ്റെതാണെന്ന്. നിങ്ങൾ അവൻ എപ്പോഴാണ് വിളിച്ചതെന്ന് ചോദിച്ചു. കൊലപാതകം നടന്ന ദിവസം അയാൾ എന്തിനാണ് നിങ്ങളെ വിളിച്ചതെന്ന് ചോദിച്ചു. ഇതിനവൻ പറഞ്ഞത്, അന്നത്തെ ദിവസം അവൻ എന്തിനോ എന്നെ വിളിച്ചിരുന്നു, ഞാനപ്പോൾ ഫ്രീ ആയിരുന്നില്ല, അതുകൊണ്ട് എടുക്കാനും കഴിഞ്ഞില്ല. അവൻ എന്തിനാണ് നിന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ, സാർ അത് അവൻ നാട്ടിലേക്ക് വരുമ്പോൾ എന്നെ വിളിക്കും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുടിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അന്ന് എന്നെ വിളിച്ചത്. ഇപ്പോൾ പോലീസ് അവനോട് വീണ്ടും ചോദിച്ചു, ഈ സജിത്ത് അവൻ എന്താണ് ചെയ്യുന്നത് എന്ന്. അവൻ മുൻപൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു, സ്റ്റുഡിയോ വെച്ചിരുന്നു, ഇപ്പോൾ ഗൾഫിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. എന്ത് പറ്റി സാർ, അവനെക്കുറിച്ച് എന്തിനാണ് അന്വേഷിക്കുന്നതെന്നും ചോദിച്ചു. ഇപ്പോൾ പോലീസ് പറഞ്ഞത്, മറ്റൊന്നുമല്ല, വെറുതെ അറിയാൻ ചോദിച്ചതാണെന്നും പറഞ്ഞു. ഇപ്പോൾ പോലീസിന് സജിത്തിൽ വീണ്ടും ഒരു സംശയം വന്നു. കാരണം കൊലപാതകം നടന്ന ദിവസം സജിത്തിന്റെ ഫോൺ ടവർ ലൊക്കേഷൻ ജലജയുടെ വീടിനടുത്തായിരുന്നു. പോരാത്തതിന് പോലീസിനോട് അവൻ പഴയ നമ്പർ പറഞ്ഞില്ല, പുതിയ നമ്പറാണ് ഉപയോഗിക്കുന്നത്. അതാണ് പോലീസിന് വീണ്ടും വീണ്ടും സംശയം ജനിപ്പിച്ചത്. ഇപ്പോൾ ഈ SIT ടീം മുൻപ് പോലീസ് അവഗണിച്ച ഒരു സാക്ഷിയുടെ മൊഴി വീണ്ടും പരിശോധിച്ചു. ആ സാക്ഷി പറഞ്ഞത്, സാർ അന്ന് ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടാകും. ഞാൻ ജലജയുടെ വീടിന് മുന്നിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് അവരുടെ വീടിനകത്തുനിന്നും കനത്തൊരു വാക്കേറ്റം കേട്ടു. ഒരാളുമായി തർക്കിക്കുകയായിരുന്നു. ഞാൻ ആരാണെന്നൊന്നും നോക്കിയില്ല, വ്യക്തിപരമായ കാര്യമായിരിക്കും എന്ന് കരുതി ഞാൻ പോയി. അല്പസമയം കഴിഞ്ഞ് ഞാൻ തിരിച്ചു മടങ്ങി. അപ്പോൾ ചെറിയൊരു നിലവിളി പോലുള്ള ശബ്ദം കേട്ടു. അപ്പോഴും ഞാൻ അതേ രീതിയിൽ തന്നെയാണ് വിചാരിച്ചത്, വീട്ടുകാര്യമായിരിക്കാം, ഇടപെടേണ്ട കാര്യം ഇല്ല എന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ പോലീസ് എല്ലാ ഡോട്ടും കണക്ട് ചെയ്യാൻ തുടങ്ങി. സജിത് ലാൽ രഘുവിനെ കാണാൻ എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവൻ്റെ ഫോണിൽ ടവറിൽ ആക്റ്റീവ് ആയത്. ഇതിനിടെ കൊലപാതകവും നടന്നു. സാക്ഷി കേട്ട വാക്കേറ്റവും ആ സമയത്താണ്. അപ്പോൾ ജലജയോട് തർക്കിച്ചത് സജിത്ത് ആയിരിക്കില്ലേ? ഇതൊരു വലിയ സംശയത്തിന് കാരണമായി. പക്ഷെ അവൻ എന്തിനാണ് ജലജയെ കാണാൻ വന്നത്? അവർ തമ്മിൽ എന്ത് ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്? എന്തിനാണ് അവർ തർക്കിച്ചത്? ഇതൊക്കെയായിരുന്നു അടുത്ത ഇവർക്ക് മുന്നിൽ തുറന്നു നിന്ന ചോദ്യം. ഇപ്പോൾ SIT ടീമിനൊരു പ്രധാനപ്പെട്ട പ്രതി കിട്ടി. അത് സജിത് ലാൽ. പക്ഷേ പ്രശ്നം, അവനിപ്പോൾ നാട്ടിലല്ല, ഗൾഫിലാണ്. അവനെ എങ്ങനെയാണ് ഇവിടേക്ക് കൊണ്ടുവരിക? അവൻ സ്പോൺസർ വിസ വഴി വിദേശത്തേക്ക് പോയി ജോലി ചെയ്യുകയാണ്. നേരിട്ട് വിളിച്ചാൽ അവൻ ഭയന്നോടി രക്ഷപ്പെടും, പിന്നെ ഇങ്ങോട്ടേക്ക് വരികയില്ല. അതുകൊണ്ട് പോലീസ് അവനെ ബന്ധപ്പെടുന്നതിന് പകരം സ്പോൺസറെ ബന്ധപ്പെട്ടു.
നിങ്ങൾ സജിത്തിനോട് പറയണം, അവൻ്റെ വിസയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ കേരളത്തിലേക്ക് എത്തി വിസ പുതുക്കണം എന്ന് നിങ്ങൾ പറയണം. ഇത് കേട്ട് സ്പോൺസർ സമ്മതിച്ചു. ഇതുപോലെ തന്നെ വിളിച്ച് സജിത്ത് ലാലിനെ അറിയിച്ചു. സജിത്തും യാതൊരു സംശയവുമില്ലാതെ കേരളത്തിലേക്ക് മടങ്ങി വന്നു. എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ പോലീസ് അവനെ വളഞ്ഞു. അവനിപ്പോൾ ഒന്നും മനസ്സിലായില്ല. സർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നതെന്നും ചോദിച്ചു. ഇപ്പോൾ പോലീസ് പറഞ്ഞത്, ഞങ്ങൾ SIT ടീം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട് എന്ന്. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സജിത്ത് ലാലിന് വല്ലാത്തൊരു ആകുലതയുണ്ടായിരുന്നു. അവിടെ വെച്ച് പോലീസ് ചോദിച്ചു, 2015 ഓഗസ്റ്റ് മാസം 13 ആ ദിവസം നീ എവിടെയായിരുന്നു? ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അയാളുടെ മുഖമൊന്ന് പാളി. വിയർപ്പും ആശങ്കയും എല്ലാം വ്യക്തമായി. പോലീസിന് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇവൻ എന്തോ മറച്ചു വയ്ക്കുന്നു എന്ന്. അവൻ പറഞ്ഞത്, സർ, എനിക്കൊന്നും ഓർമ്മയില്ല, അന്ന് ഞാൻ സ്റ്റുഡിയോയിലായിരുന്നിരിക്കാം. ഇത് കേട്ട പോലീസ് പറഞ്ഞത്, ഇല്ലല്ലോ, ഞങ്ങളുടെ പക്കൽ തെളിവുണ്ടല്ലോ. നിന്റെ ലൊക്കേഷൻ ജലജയുടെ വീടിനടുത്താണ് കാണിച്ചത്. അപ്പോൾ 1:30 നീ അവിടേക്ക് എന്തിനാണ് പോയത്? ഇപ്പോൾ അവൻ ഒരല്പം വിറച്ചുകൊണ്ട് പറഞ്ഞു, ഓ അത് ഞാൻ എൻ്റെ ഫ്രണ്ട് രഘുവിനെ കാണാൻ പോയതാണ്. ഞാനന്ന് ഒരല്പം മദ്യപിക്കാൻ അവൻ്റെ വീട്ടിലേക്ക് പോയതാണ്. പക്ഷെ അവൻ ആ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചു മടങ്ങി. ഇപ്പോൾ പോലീസ് നിശബ്ദമായി അവനെ ഒന്ന് നോക്കി. ശരി, അതെന്തുമായിക്കൊള്ളട്ടെ, നിന്നെ ഞങ്ങൾ 2 തവണ ചോദ്യം ചെയ്തല്ലോ. അപ്പോൾ നീ ഗൾഫിൽ ഉപയോഗിച്ച നമ്പർ തന്നെയല്ലേ പറഞ്ഞത്? എന്നാൽ അതിനു മുൻപ് നീ നാട്ടിൽ മറ്റൊരു നമ്പർ ഉപയോഗിച്ചിരുന്നല്ലോ. അത് നീ എന്തുകൊണ്ട് മറച്ചു വെച്ചു? ഞങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. ഇപ്പോൾ സജിത്തിന് ഒന്നും മിണ്ടാൻ സാധിച്ചില്ല. മറുപടി ഒന്നുമില്ല, നിശബ്ദത മാത്രം. പോലീസ് അപ്പം തന്നെ ഉറപ്പിച്ചു, ഒരല്പം പ്രഷർ കൂടെ കൊടുത്ത് ചോദ്യം ചെയ്താൽ സത്യം തീർച്ചയായും പുറത്തു വരും. അങ്ങനെ അവനെ നേരെ നോക്കി ചോദിച്ചു, സജിത്ത്, ജലജയെ കൊന്നത് നീ തന്നെയല്ലേ? നീ സത്യം സമ്മതിച്ചാൽ ശിക്ഷ കുറയ്ക്കാൻ ഞങ്ങൾ സഹായിക്കാം. നിനക്ക് ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ഇല്ലേ? തിരിച്ച് അവരുടെ അടുത്തേക്ക് പോകണ്ടേ? അപ്പോൾ നീ സത്യം പറയുന്നു. ആ ഒരു സെക്കൻഡ് തന്നെ അവൻ്റെ മുഖത്ത് വിയർപ്പ് പൊട്ടിപ്പുറപ്പെട്ടു. ഒടുവിൽ അവൻ സംസാരിക്കാൻ തുടങ്ങി. 2015 ഓഗസ്റ്റ് 13 ഉച്ചയ്ക്ക് 1 മണിയോടെ സജിത്ത് രഘുവിനെ കാണാൻ ആ പ്രദേശത്ത് എത്തി. ഫോട്ടോഗ്രാഫി ജോലിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ സമയം അവൻ പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു. രഘുവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ അവിടെ ഇല്ല. ഫോൺ ചെയ്തിട്ടും എടുക്കുന്നില്ല. അവിടെ നിന്നപ്പോൾ നേരെ ജലജയുടെ വീടാണ്. അവൾ പുറത്ത് എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സജിത്ത് അവളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, രഘു ഇവിടെ ഉണ്ടോ എന്ന്. ജലജ പറഞ്ഞത്, ഇല്ലല്ല, എനിക്കറിയില്ല, അവൻ ഇവിടേക്ക് വന്നില്ല എന്നും പറഞ്ഞു. രണ്ടുപേരും ഒരല്പസമയം സംസാരിച്ചു. പക്ഷെ ഇതിനകം തന്നെ സജിത്തിൻ്റെ മനസ്സിൽ ദുർചിന്തകൾ വന്നു. കാരണം ഇതിന് മുൻപൊക്കെ തന്നെ രഘുവിനോടൊപ്പം ഇരുന്ന് മദ്യപിക്കുമ്പോഴൊക്കെ അവൻ പറഞ്ഞിരുന്നു, എനിക്ക് ജലജ ഇഷ്ടമാണ് എന്നൊക്കെ. പക്ഷെ രഘു ഇതിനെ കർശനമായി എതിർത്തു. അവൾക്ക് 50ഓളം വയസ്സുണ്ട്, മകൾക്ക് വിവാഹം നിശ്ചയമായിട്ടുണ്ട്, നീ ഇങ്ങനെയൊന്നും പെരുമാറരുത്, ചിന്തിക്കരുത് എന്നൊക്കെ. പക്ഷെ അന്നത്തെ ദിവസം അവൻ പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു. ജലജയും വീട്ടിലൊറ്റയ്ക്കായിരുന്നു. സജിത്ത് അവൾക്ക് നേരെ അശ്ലീലമായ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ ജലജയ്ക്ക് നല്ല ദേഷ്യം വന്നു. നീ കുടിച്ചിട്ട് ഇങ്ങനെ തെറ്റായി ഒന്നും സംസാരിക്കരുത്. നീ ഇപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങ്, അല്ലെങ്കിൽ ഞാൻ നിലവിളിച്ച് ആളെ കൂട്ടുമെന്ന്. ഇതുകൂടെ ആയപ്പോൾ 2 പേർക്കും ഇടയിൽ കടുത്ത വാക്കേറ്റമുണ്ടായി. ഈയൊരു വാക്കേറ്റമായിരുന്നു പുറത്ത് നടന്നുപോയി ആ ഒരു ദൃക്സാക്ഷിയും കേട്ടത്. വാക്കേറ്റം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സജിത്ത് അവളുടെ മുഖത്ത് മുടി പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അവളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. ജലജ ശക്തമായി തന്നെ പ്രതിരോധിച്ചു. മദ്യലഹരിയിലായിരുന്ന അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അടുത്തുണ്ടായിരുന്ന ഒരു മെറ്റൽ ലാമ്പ് എടുത്ത് 3 പ്രാവശ്യം അവളുടെ തലയിലടിച്ചു. രക്തം വാർന്ന് ജലജ താഴേക്ക് വീണു. ഇപ്പോൾ അവൻ എന്തോ ഒരു ഭയം തോന്നി. ഇനി ഇവൾ ജീവനോടിരിക്കുകയാണെങ്കിൽ താൻ എന്തായാലും കുടുങ്ങും. അങ്ങനെ തലയണയെടുത്ത് മുഖത്ത് വെച്ച് ശ്വാസം മുട്ടിച്ചവളെ കൊന്നു. ഒരല്പം കഴിഞ്ഞപ്പോഴാണ് അവന് ബോധമൊക്കെ ഒരല്പം തിരികെ വന്നത്. താൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അവനപ്പോൾ മനസ്സിലായി. പെട്ടെന്ന് തന്നെ ക്രൈം സീൻ വൃത്തിയാക്കാൻ ശ്രമിച്ചു. ടവലും വെള്ളമൊക്കെ കൊണ്ടുവന്ന് ആ രക്തമെല്ലാം കഴുകി. പക്ഷേ ആ പാടുകളൊന്നും മായ്ക്കാൻ സാധിക്കുന്നില്ല. അത്രയേറെ രക്തം കലർന്ന വെള്ളം ബക്കറ്റ് നിറഞ്ഞു. അതെവിടെ കളയണമെന്ന് പോലും അറിയില്ല. ഒടുവിൽ അവനത് 2ാം നിലയിലെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡ്രൈനേജ് വഴി ഒഴിച്ചു. ജനാലയിലൂടെ നോക്കി, പുറത്ത് ആരും തന്നെ ഇല്ല. ഉടൻ തന്നെ അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസിന്റെ അന്വേഷണ സമയത്ത് പോലീസ് അവനെ 2 തവണ ചോദ്യം ചെയ്തു. പക്ഷേ അവൻ ഗൾഫിലെ നമ്പർ മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഈ പോലീസിന്റെ അന്വേഷണത്തെ വല്ലാതെ അവൻ കുഴപ്പിച്ചു. കൊലപാതകത്തിന് ശേഷം
ആ ക്രൈം സീനിൽ ഒരു മോഷണം നടന്നതുപോലെ അവൻ എല്ലാം സെറ്റ് ചെയ്തു. ജലജയുടെ ആഭരണങ്ങളും പണവും എല്ലാം എടുത്തു. പോലീസിന്റെ അന്വേഷണത്തിൽ ഇതൊരു മോഷണത്തിന് വേണ്ടി നടന്ന കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ എല്ലാം വെറുതെയായിരുന്നു. അവസാന വർഷങ്ങൾക്ക് ശേഷം അന്വേഷണത്തിൽ അവൻ പിടികൂടുകയും ചെയ്തു. അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലും അടച്ചു. ജയിൽവാസത്തിനിടയിൽ തന്നെ അവന് ബെയിലും ലഭിച്ചു. പക്ഷെ ഇതിനിടയിൽ തന്നെ ഭാര്യ അവനെ വിട്ടുപോയി, വിവാഹമോചനം നേടി. മകളുമായുള്ള അയാളുടെ ബന്ധം എല്ലാം അവസാനിച്ചു. അവൻ്റെ അമ്മ മാത്രമായിരുന്നു ആ സമയം അവൻ്റെ കൂടെ. ബെയിൽ അവന് കിട്ടിയതിനു ശേഷം പോലീസ് പറഞ്ഞത്, നിനക്ക് ബെയിൽ കിട്ടി, പക്ഷെ കൊലപാതകം നടന്ന ഹരിപ്പാട് പ്രദേശത്തേക്ക് നീ പോകാനേ പാടില്ല എന്ന്. അങ്ങനെ അവൻ തിരുവനന്തപുരം നഗരത്തിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പക്ഷെ മനസ്സിൽ വല്ലാത്ത അസഹനീയമായ കുറ്റബോധം ഉണ്ടായിരുന്നു. ഞാനൊരു കുടുംബസ്ഥനായിരുന്നു, ഇങ്ങനെ ഒരു കൊലപാതകം ഞാൻ ചെയ്തല്ലോ, പറ്റിപ്പോയല്ലോ എന്ന്. എല്ലാത്തിനും മദ്യലഹരിയാണ് കാരണം. അതവൻ്റെ ജീവിതം തന്നെ തകർത്തു. അവസാനം വല്ലാത്ത കുറ്റബോധം, നിരാശ, അതിൽ നിന്നും പുറത്തേക്ക് വരാൻ അയാൾക്ക് കഴിഞ്ഞേയില്ല. അവസാനം അയാൾ താമസിച്ച ആ ലോഡ്ജ് മുറിയിൽ തന്നെ അയാൾ ആത്മഹത്യ ചെയ്തു. പോലീസ് ഒന്ന് നോക്കിയപ്പോൾ ലോഡ്ജിൽ നിന്നും ഒരു കത്ത് കിട്ടി. അതിൽ എഴുതിയിരുന്നത്, ഈ കൊല ചെയ്തത് ഞാനാണ്, മദ്യലഹരിയിലായിരുന്നു, അതാണ് എൻ്റെ പിഴവ്. എൻ്റെ പണവും കാർഡുമെല്ലാം അമ്മയ്ക്ക് കൊടുക്കണം. ജലജയുടെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു. ദൈവം എനിക്ക് മാപ്പ് തരട്ടെ. ഇതായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. ഇതോടുകൂടി ഈ കേസ് അവസാനിച്ചു. കൊലപാതകം നടന്നു, പക്ഷേ പ്രതി ഇപ്പോൾ ജീവനോടില്ല. കേസ് ക്ലോസ്. പക്ഷേ കേസിലൂടെ എനിക്ക് തോന്നിയത്, ഒരൊറ്റ നിമിഷത്തിൽ മദ്യലഹരിയിൽ ചെയ്ത ഒരു കാര്യം ജീവിതത്തെ മുഴുവനും നശിപ്പിക്കും. മദ്യം, ലഹരി, ഇതൊക്കെ ഒരാളെയും രക്ഷിക്കില്ല. ചിലരൊക്കെ കുടിച്ച് ശരീരം നശിപ്പിക്കും, ചിലർ കുടുംബം തകർക്കും, ചിലർ കൊലപാതകത്തിൽ വരെ എത്തും. മദ്യപാനം, മയക്കുമരുന്നൊക്കെ ഒരിക്കലും ഒരു പരിഹാരമല്ല. അതൊരു കുടുംബത്തെയും മനുഷ്യനെയും തകർക്കുന്നൊരു ശാപമാണ്. ഈ കേസിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യവും മദ്യലഹരി അതൊരിക്കലും ജീവിതത്തിലേക്ക് കയറി വരാൻ അനുവദിക്കുകയേ ചെയ്യരുത്. അത് നിങ്ങളെയും നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും തകർക്കും, നശിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ വീഡിയോയ്ക്കൊരു ലൈക്ക് എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്രൈം കേസുമായി വീണ്ടും കാണാം. നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് തന്നെ ഡ്രോയിങ്ങിനെയും ഇമാജിനേഷനെയും ലിറ്ററലി 3D ആക്കാനുള്ള ഒരു മാജിക് പെന്നാണ്. ഇതിൽ ഇങ്ക് അല്ല ഉപയോഗിക്കുന്നത്, പകരം പ്ലാസ്റ്റിക് ഫിലമെൻ്റ് ആണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് പുറത്തേക്ക് വരും, തണുക്കുമ്പോൾ അത് ഹാർഡായി മാറും. ഇത് ബേസിക്കലി 3D പ്രിൻ്ററിൻ്റെ ഒരു പോക്കറ്റ് വേർഷനാണ്. കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ്. അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇത് തീർച്ചയായും യൂസ്ഫുള്ളാണ്. ഫോൺ കൊടുക്കുന്നതിന് പകരം ഇത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഇമാജിനേഷൻ എത്ര വലുതായാലും അത് ലിറ്ററലി നിങ്ങൾക്ക് ഡ്രോ ചെയ്തെടുക്കാൻ കഴിയും. ഇത് ക്രിയേറ്റിവിറ്റിയും കോമഡിയും ഒക്കെ മിക്സ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ഗാഡ്ജറ്റാണ്. സ്കൂൾ പ്രോജക്ട്സ്, ഗിഫ്റ്റ് ഐഡിയാസ്, ഡെക്കോർ, റിപ്പയർ വർക്ക്സ് എല്ലാം ഒറ്റ പെൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയും. അതും ഈ 3D പെന്നിൻ്റെ പ്രധാനപ്പെട്ടൊരു ബെനിഫിറ്റ് തന്നെ ഇമാജിനേഷൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ കാണാനാകും. ആർട്ട്, സയൻസ്, എഞ്ചിനീയറിംഗ് എല്ലാം കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ചെറിയ ഗാഡ്ജറ്റ്. 3D പെൻ ഇപ്പോൾ നമ്മുടെ പേജിൽ സൂപ്പർ അഫോർഡബിൾ റേറ്റിൽ തന്നെ കിട്ടും. അതും മറ്റ് പ്ലാറ്റ്ഫോംസിൽ ലഭിക്കുന്നതിനേക്കാളും വളരെ വളരെ അഫോർഡബിളായി തന്നെ നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് DM ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. വീണ്ടും വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വ്യത്യസ്തമായ ട്രെൻഡിങ് ആയ പ്രോഡക്റ്റ്സ് ഞാൻ പരിചയപ്പെടുത്താം.